തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അത് ആർക്ക് വേണ്ടിയുള്ള ഡീൽ എന്ന സംശയം ഉയർത്തും പ്രതിപക്ഷം എന്നതാണ്. എങ്കിൽ പ്രതിപക്ഷത്തിന് മുമ്പ് തന്നെ മതസാമുദായിക സംഘടനകളുടെ പ്രതികരണം പുറത്തു വരുന്നു. പ്രത്യേകിച്ച് KCBCയുടെ പ്രതികരണം എന്നത് അവർ ഈ തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. അവിടെ ഒരു തലമുറ, അതായത് ഡാനി സൂചിപ്പിക്കുന്ന പോലെ മദ്യപാനം എന്നത് പല രാജ്യങ്ങളിലുമുള്ള ഒരു ശീലമാണ്. പക്ഷേ മലയാളികളുടെ ഒരു മദ്യപാന ശീലം അതാണോ എന്ന സംശയമുണ്ടാകുന്നു. ഇപ്പോൾ ഇതാ ബാറുകൾ കൂടുതൽ സമയം പ്രവർത്തിക്കുമ്പോൾ മദ്യപാനത്തിൻ്റെ അല്ലെങ്കിൽ മദ്യ ഉപഭോഗത്തിൻ്റെ വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല. അതിനെ എങ്ങനെയാണ് സഭ എതിർക്കുന്നത്? അഭിലാഷ്, ഇക്കാര്യത്തിൽ വലിയ വിമർശനവും വലിയ പ്രതിഷേധവുമാണ് KCBCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമായും തന്നെ അവർ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് ഡീലാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലാതെ മറ്റൊന്നുമല്ല ഈ കാരണങ്ങളായിട്ട് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഡീൽ തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് KCBCയുടെ പ്രധാനപ്പെട്ട ഒരു വിമർശനം. അതോടൊപ്പം തന്നെ പറയുന്നത് ഇത് വിനോദസഞ്ചാരികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ ഈ മദ്യ വിൽപ്പന ഉയർത്താനുള്ള അല്ലെങ്കിൽ കേരളത്തിൽ അത്തരമൊരു ആസക്തി വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഈ രീതിയിൽ നടക്കുന്നത്. വിദേശ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരുന്നത് ഈ KCBCയുടെ ലേഖനത്തിൽ അവർ വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ ചളുക്ക് മദ്യം കുടിക്കാനല്ല എന്നതാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അതിനുവേണ്ടിയല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മറവിലാണ്, അവരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് കേരളത്തിൽ എന്തുകൊണ്ട് വിനോദസഞ്ചാരികൾ വരുന്നില്ല എങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്നത് കേരളത്തിലൊരു സാമൂഹ്യ കാര്യങ്ങൾ, ലഹരി വസ്തുക്കളും തെരുവ് നായ്ക്കളും ഇതെല്ലാം കൊണ്ട് തന്നെയാണ് വരുന്നത്. അല്ലാതെ മറ്റ് കാരണങ്ങൾ അതിന് ചികഞ്ഞു പോകേണ്ടതില്ല. അതിന് കാരണം കണ്ടെത്തുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് സഞ്ചാര മേഖലയ്ക്ക് വേണ്ടി ഇപ്പോൾ മദ്യ ലഭ്യത കൂട്ടുക എന്നത് ഒരു ഭ്രാന്തൻ നയമാണ് എന്നത് പറയുകയും ചെയ്യുന്നു. ഇതിനെ സഭ ശക്തമായിട്ട് എതിർക്കും എന്ന് പറയുന്നു. മാർച്ച് 8 ലഹരി വിരുദ്ധ ഒരു ഞായറായിട്ട് ലഹരി മദ്യ വിരുദ്ധ ഞായറായിട്ടാണ് ആചരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അന്നേ ദിവസം പള്ളികളിൽ സർക്കുലർ ഇറങ്ങും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് പറയുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെയും ഇതൊരു തെരഞ്ഞെടുപ്പ് ഡീൽ എന്ന രീതിയിൽ തന്നെയാണ് KCBC കാണുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ അവർ അത് അവലോകനം ചെയ്യുന്നു. അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തില്ല. ഇത് മുന്നണിയുടേതോ അതോ സർക്കാരിൻ്റേതോ തന്നെ പലർക്കും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഏർപ്പാടായിട്ട് തോന്നുന്നുമില്ല എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് KCBC ഈ വിഷയത്തിൽ ഉയർത്തുന്നത്. അഭിലാഷ്. യെസ്, അതേസമയം ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന ഒരു തീരുമാനം എന്ന നിലയിലാണ് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വിമർശനം. ശ്രീജിത്തിലേക്ക് പോകുമ്പോൾ, ശ്രീജിത്ത്, ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണം എന്നതും സർക്കാരിന് എതിരാണ്. തീർച്ചയായും ഈ മദ്യ വ്യവസായികളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അതിലെല്ലാ സഭകളിലുമൊക്കെ പെട്ട ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിലും പൊതുസമൂഹത്തിന് എതിരായ ഒരു വികാരം ആണിത് എന്ന പ്രതിഫലനമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സഭ പറയുന്നത്? അഭിലാഷ്, കേവലം ഒരു വ്യാവസായികം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് ഭാവി തലമുറയെ ഇല്ലാതാക്കുന്നതാണ്. ബാറിൽ തന്നെ ഇവിടുത്തെ യുവതലമുറ കിടന്നുറങ്ങണോ? അങ്ങനെയാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? മദ്യം വിറ്റ് തന്നെ വേണോ ഈ ഖജനാവ് നിറയ്ക്കേണ്ടത് എന്നതടക്കമുള്ള വളരെ ഗൗരവമേറിയ ഒരുപാട് ചോദ്യങ്ങളാണ് ഓർത്തഡോക്സ് സഭ ഉന്നയിക്കുന്നത്. സഭാ സെക്രട്ടറി തന്നെയാണ് അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് സഭ ആഹ്വാനം ചെയ്യുന്നത് കേരളത്തിലെ വിവിധ മത സാമുദായിക സംഘടനകൾ, അത് കേവലം ക്രൈസ്തവ സഭകൾ മാത്രമല്ല, വിവിധ മത സാമുദായിക സംഘടനകൾ ഒരുമിച്ച് രംഗത്തിറങ്ങി പ്രതിഷേധത്തിന് തയ്യാറാകണം, അതിൽ ഓർത്തഡോക്സ് സഭയും ഉണ്ടാകും എന്ന പ്രതികരണമാണ് ബിജു ഉമ്മൻ നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെയൊരു നീക്കം നടത്തുന്നതിന് പിന്നിൽ പല നിഗൂഢതകളുമുണ്ട് എന്നുകൂടി പറയുന്നു. കേരളത്തിലെ അമ്മമാരുടെ വേദനയാണോ കരച്ചിലാണോ അതോ 1500ഓളം വരുന്ന ബാറുടമകളുടെ കാര്യമാണോ സർക്കാർ പരിഗണിക്കേണ്ടത് എന്നും ഓർത്തഡോക്സ് സഭ ചോദിക്കുകയാണ്. മാത്രമല്ല, ഈയൊരു മദ്യത്തിൻ്റെ വ്യാപനം വല്ലാതെ കൂട്ടിയ ശേഷം ഇവിടെ ഉണ്ടാകുന്ന ക്രിമിനൽ കേസുകളിലടക്കം ഇതിൻ്റെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതായി പുറത്തു വന്നിട്ടുള്ളതാണ്. പിന്നെയും എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനൊരു നയത്തിലേക്ക് പോകുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന സഭകൾ ഒന്നാകെ രംഗത്ത് വന്നു കഴിഞ്ഞു. അതൊരു പ്രക്ഷോഭ രംഗത്തേക്ക് കൂടി വരുന്നതിനെ അത് സർക്കാർ എങ്ങനെ നേരിടും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും സഭകൾ വലിയ
എതിർപ്പുമായി ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മദ്യനയം നേരത്തെ തീരുമാനിച്ചത് എന്ന് സർക്കാർ പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ ഇടതുമുന്നണി പറയുമ്പോൾ പോലും, എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്ന ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇത്തരം വിമർശനങ്ങൾക്ക് സർക്കാർ സ്വാഭാവികമായും മറുപടി നൽകേണ്ടതായി വരും. അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതിലേക്ക് പോകാം. വി അരുണിലേക്ക് പോകുന്നതിന് മുമ്പ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചില ന്യായീകരണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കറിയാം, ഏതൊരു മദ്യക്കുപ്പിയും അതിൽ കൃത്യമായി മദ്യം ഉപയോഗിക്കുമ്പോൾ അതിൽ കൃത്യമായ അറിയിപ്പുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നത്. അപ്പോൾ ഒരു കാരണവശാലും മദ്യത്തിന് ഒരു തരത്തിലുമുള്ള ഗുണങ്ങളും ഇല്ല എന്നത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മദ്യശാലകൾക്കും ഒക്കെ ഇത്തരത്തിൽ കർശനമായ അറിയിപ്പോടുകൂടി മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു സിനിമ സീരിയൽ രംഗങ്ങളിൽ പോലും ഈ മദ്യപാനം കാണിക്കുമ്പോൾ കൃത്യമായ അറിയിപ്പ് നൽകുന്നുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന്. പക്ഷേ സർക്കാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില ഗുണങ്ങൾ ഉണ്ട് എന്നതാണ്. ആ ഗുണങ്ങൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കൂടുതൽ നികുതി തുക എത്തും എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒന്നുണ്ട്. ഈ കഴിഞ്ഞ സീസണുകളിൽ, അതായത് ക്രിസ്മസ് സീസണിൽ മാത്രം 4 ദിവസം കൊണ്ട് മലയാളികൾ കുടിച്ചു തീർത്ത കണക്ക് തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഈ പുതുവത്സരത്തിന്റെ തലേ ദിവസം വിറ്റഴിച്ചത് റെക്കോർഡ് വിൽപ്പനയായിരുന്നു. ഇതൊക്കെ സർക്കാർ ഔട്ട്ലെറ്റുകളിൽ ആണ് എങ്കിൽ ഈ ബാറുകളും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ നികുതിയുടെ പങ്ക് കൃത്യമായി സർക്കാരിന് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. സർക്കാർ പറയുമ്പോൾ അതിൽ മദ്യവിൽപ്പന ഉയരും എന്നത് അവർ കണക്കാക്കുമ്പോൾ സ്വാഭാവികമായും വരുമാനം വർദ്ധിക്കും എന്നതാണ് അതിൽ ഗുണകരമായി സർക്കാരിന് സംഭവിക്കാൻ പോകുന്നത്. ടൂറിസം മേഖലയ്ക്ക് ഇത് ഗുണം ചെയ്യും. അതായത് ടൂറിസം മേഖലയിൽ ഏതാണ്ട് പുലർച്ചെ 3 മണി വരെ മദ്യശാലകൾക്ക് തുറന്നിരിക്കാം എന്ന് പറയുമ്പോൾ വിദേശികളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് മദ്യപിക്കുമ്പോൾ ടൂറിസം മേഖലയ്ക്ക് അത് കൂടുതൽ ഉണർവേകും എന്നതാണ് സർക്കാരിൻ്റെ ഒരു അവകാശവാദം. മറ്റൊന്ന്, നൈറ്റ് ലൈഫിന് പ്രയോജനപ്രദമാകും എന്നുള്ളതാണ്. അതായത് കൂടുതൽ സമയം ഇങ്ങനെ തുറന്നിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സമയം ആളുകൾ ഇടപെടുക. പക്ഷേ ഈ നൈറ്റ് ലൈഫിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മദ്യപാനത്തിലൂടെയാണ്. ഇപ്പോൾ പോലും ഈ മദ്യപാനം ഇത്തരം വിപുലമല്ലാത്തപ്പോൾ പോലും നൈറ്റ് ലൈഫ് എന്നത് എത്രത്തോളം പ്രായോഗികമാണ്, കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ സമയങ്ങളിലൊക്കെ എത്രത്തോളം സുരക്ഷിതമായി ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മദ്യപാനത്തിനുള്ള അവസരം വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന സംശയമാണ്. ഇപ്പോൾ തന്നെ ഈ 11 മണിക്ക് ബാറുകൾ അടയ്ക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിനുശേഷം വലിയ തോതിൽ ശല്യങ്ങളില്ലാത്തൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ശല്യം ഉണ്ടായാൽ കൃത്യമായി അവിടേക്ക് പോലീസ് സംവിധാനങ്ങൾക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു ശേഷി, സേനയുടെ കരുത്തൊക്കെ നമുക്കുണ്ടോ എന്നതാണ്. മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ്. പക്ഷേ മലയാളികൾ ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള മദ്യപാനം ശീലമാക്കിയിട്ടുള്ളവരല്ല എന്ന് കണക്കുകൾ കൃത്യമായി പറയുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, അതായത് ദോഷങ്ങൾ മാത്രമാണ് എല്ലാവർക്കും പറയാൻ ഉള്ളൂ എന്നത്. മദ്യ ഉപയോഗം വർദ്ധിക്കുന്നതോടുകൂടി മദ്യവർജനം എന്ന പ്രഖ്യാപിത നിലപാടിന് തിരിച്ചടിയാവുകയാണ്. 2016 സർക്കാർ ചുമതലയേറ്റപ്പോൾ തന്നെ പറഞ്ഞത് ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനമാണ് സർക്കാരിൻ്റെ നയം എന്നതാണ്. പക്ഷേ എവിടെയാണ് ഈ മദ്യവർജനം സാധ്യമായിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ മദ്യ ഉപഭോഗം കുറയുകയല്ലേ ചെയ്യേണ്ടത്? മദ്യാസക്തി കുറയുകയല്ലേ? അങ്ങനെ ഒരു കണക്ക് നിരത്താൻ സർക്കാരിന് സാധിക്കുന്നുണ്ടോ എന്നതാണ്. അതോടൊപ്പം തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ, അതായത് ഈ 12 മണി വരെ ബാറുകൾ തുറന്നിരിക്കുന്നു, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ സാമൂഹികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടോ എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സാധാരണക്കാരായ ആളുകളൊക്കെ സൗകര്യത്തോടെ കിടന്നുറങ്ങുന്ന ഒരു സമയമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒട്ടേറെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, മദ്യപാനം കൂടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിക്കുകയാണ്. ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കണ്ടെത്തുവാൻ സർക്കാരിന് ചെലവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്ക് പകരം മദ്യാസക്തിയുള്ള ഒരു തലമുറയെ അല്ല വാർത്തെടുക്കേണ്ടത് എന്നതാണ് പൊതുവിൽ ലോകത്തിൻ്റെ നിരീക്ഷണം. മദ്യപാനത്തെ പൂർണ്ണമായും എതിർക്കുകയല്ല, പക്ഷേ ഉത്തരവാദിത്വമില്ലാത്തൊരു മദ്യപാനശീലത്തിലേക്ക് ആളുകളെ മാറ്റുമ്പോൾ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും സമൂഹത്തിന് എന്നതാണ് ഒരു പൊതുവിലയിരുത്തൽ. എന്തായാലും അരുൺ, നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു തീരുമാനം എന്നത് തന്നെയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നത്. ഇനി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ കൂടി നമുക്ക് എന്ത് എന്നറിയേണ്ടതുണ്ട്. ഇത് ഈ മദ്യശാലകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ബാർകോഴ വിവാദമേറെ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. അതിനുശേഷമായിരുന്നു ബാറുകൾക്കടക്കം വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്, ബാറുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് പോയത്. എന്നാൽ പിന്നീട് അധികാരത്തിൽ വന്ന ഇടത് സർക്കാർ ഘട്ടം ഘട്ടമായി ബാറുകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ മദ്യനയം എന്നത് നേരത്തെ സർക്കാർ തീരുമാനിച്ചതാണ് എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത്. പൊതു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട്. ഇങ്ങനെ മാറ്റം
മാറ്റം വരുത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. പ്രശ്നമുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ ആലോചിച്ച് വിശദീകരണം ആവശ്യമാണെങ്കിൽ അത് നൽകും. ബാർ സംഘടനകളുടെ ആവശ്യപ്രകാരം മാത്രമല്ല നടപടി. ടൂറിസം ലക്ഷ്യമാക്കി ഇതുപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നുമാണ് ടി.പി. രാമകൃഷ്ണൻ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.